ഗ്രഹങ്ങളും അപരനാമങ്ങളുമാണ്, ഗ്രഹങ്ങളും അവയുടെ മറ്റു പേരുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പോൾ ശുക്രൻ ഏതൊക്കെ പേരിലുള്ളത്? പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട, സൂര്യൻ്റെ അരുമ എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ് കേട്ടോ. ഓർത്ത് വെക്കുക. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട, സൂര്യൻ്റെ അരുമ എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രൻ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹമെന്നും ചുവന്ന ഗ്രഹമെന്നും അറിയപ്പെടുന്നുണ്ട്, ചൊവ്വ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ആരെയാണ്? നീലഗ്രഹം എന്നറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ ഭൂമിയാണ്. ഭൂമിയാണ് നീലഗ്രഹമെന്ന് അറിയപ്പെടുന്നത്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നു, കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. പച്ചഗ്രഹമെന്നും കിടക്കുന്ന ഗ്രഹമെന്നും അറിയപ്പെടുന്ന ആരാണ്? യുറാനസ് ആണ്. യുറാനസ് ആണ് കേട്ടോ. അതുപോലെ ആകാശപിതാവെന്നും അറിയപ്പെടുന്നുണ്ട്, യുറാനസ് അറിയപ്പെടുന്നുണ്ട്. ആകാശപിതാവെന്നറിയപ്പെടുന്ന ആരാണ്? യുറാനസിനെയാണ്. ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ആരെയാണ്? ബൃഹസ്പതി എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. കേട്ടോ. ബൃഹസ്പതി എന്നറിയപ്പെടുന്നത് വ്യാഴം. അതുപോലെ വാതക ഭീമൻ എന്നറിയപ്പെടുന്ന ആരാണ്? വ്യാഴവും ശനിയും വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നു. അതുപോലെ ഹിമഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? യുറാനസും നെപ്റ്റ്യൂണും ഏതു പേരിൽ അറിയപ്പെടുന്നു? ഹിമഭീമന്മാർ എന്നും അറിയപ്പെടുന്നുണ്ട്.